പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ ചൂരൽമല ഭവന പദ്ധതി പൂർത്തീകരിച്ച് അതിലെ 51 ഗുണഭോക്താക്കൾ ഇന്നലെ ആ ദുരിതബാധിതർ ആശ്വാസത്തോടുകൂടി കിടന്നുറങ്ങി ആ ഭവനത്തിൽ. പക്ഷെ ഒരാൾ സ്വന്തം വീട്ടിൽ ഉറക്കമില്ലാതെ ഇന്നലെ രാത്രി വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ആരുമല്ല, മിസ്റ്റർ നമ്മളെ KT ജലീലാണ്. കാരണം ലീഗ് ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്നുറങ്ങൂല എന്ന് പറഞ്ഞ ആ വാക്ക് ഒരു അറം പറ്റിയ വാക്കായി മൂപ്പർക്ക് ഭവിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് തന്നെ വല്ലാത്തൊരു പ്രയാസമാണ് മൂപ്പർക്ക് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ജലീലിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നല്ല തറവാട്ടിൽ നിന്ന് കാര്യം ഒഴിവാക്കിയ പെണ്ണിന്റെ ഒരു സ്വഭാവമാണ് ജലീലിന്. കാരണം ആ തറവാട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത് വന്നു കയറിയ തറവാട്ടിൽ ഒരു വലിയൊരു സുഖമില്ല. ആ തറവാട്ടുകാർ നേരത്തെ ഒഴിവാക്കാണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കൂടുന്ന അന്ന് മുതൽ കിട്ടുന്നതൊക്കെ ഉള്ളേക്ക് നല്ലത് മുഴുവൻ എടുത്തുകൊണ്ട് ഓളെ പേരേക്ക് കൊണ്ടുപോകും. അതായിട്ടാണ് ആ കുടുംബത്തിന് ചേരാത്ത സ്വഭാവം ആയതുകൊണ്ട് ഒഴിവാക്കിയത്. അതേ സ്വഭാവമാണ് ഇപ്പോൾ ജലീൽ CPM-ലും കാണിക്കുന്നത്. അവിടുന്ന് കിട്ടാവുന്ന MLA സ്ഥാനം, മന്ത്രിസ്ഥാനം ഉള്ളേക്ക് നല്ലതൊക്കെ മൂപ്പര് അത്യാവശ്യം എടുത്തോണ്ടേ. സത്യത്തിൽ CPM-ഉം ഇപ്പം അദ്ദേഹത്തെ കൊണ്ട് വല്ലാത്ത പ്രയാസമായിരിക്കണം. എന്തായാലും CPM-ഉം താമസിയാതെ ഈ 4-5 കൂടി മിക്കവാറും കാര്യമായി വെക്കണ അവസ്ഥയൊക്കെയാണ് പോണത്. പക്ഷെ ഞാൻ ഈ ഒരു സ്വഭാവം, ഞാൻ നേരത്തെ പറഞ്ഞ തറവാട്ടിൽ നിന്ന് കാര്യമാക്കിയ പെണ്ണിന്റെ സ്വഭാവം, അത് ഈ 2 തറവാടിന്റെയും കുഴപ്പമില്ല, CPM-നും കുഴപ്പമില്ല, ലീഗിനും കുഴപ്പമില്ല, അത് ആ പെണ്ണിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ പോലെ അത് ജലീലിന്റെ കുഴപ്പമാണ്. പക്ഷെ ജലീൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ള എന്തായാലും, നിങ്ങൾ ആണ് ഏറ്റവും മഹാനെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടല്ലോ, അതാണ് നിങ്ങൾ ഏറ്റവും വലിയ പരാജയം. നിങ്ങൾ ഒരുപാട് കാലമായി മുസ്ലിം ലീഗിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ലീഗിൽ നിന്ന് പുറത്തു പോയത് വല്ലാത്തൊരു തെറ്റായി പോയി എന്നുള്ള നിങ്ങളുടെ തോന്നൽ തന്നെയാണ്. ഞങ്ങൾക്കറിയാം. കാരണം മുസ്ലിം ലീഗിനെ പോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പാർട്ടിയിൽ നിന്ന് പോയത് അബദ്ധമായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് കുറെ കാലങ്ങളായിരിക്കണമെന്നുള്ള ഞങ്ങൾക്ക് ബോധ്യം. പക്ഷെ ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ പാണക്കാട് സയ്യിദുമാർ നേതൃത്വം കൊടുക്കുന്നതാണ്. അവരൊരു വാക്ക് പറഞ്ഞാൽ അത് നടത്തിയിരിക്കും, അത് നടന്നിരിക്കും. അത് നടക്കുന്നത് വരെ പാർട്ടിയുടെ പ്രവർത്തകർ അഹോരാത്രം പരിശ്രമിക്കും. അത് എത്ര ത്യാഗം ചെയ്തിട്ടായാലും തങ്ങന്മാരൊരു വാക്ക് പറഞ്ഞാൽ, ഒരു തീരുമാനമെടുത്താൽ അത് പൂർത്തീകരിക്കാൻ മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തകരും അധ്വാനിക്കും. ആ അധ്വാനത്തിന്റെ ഫലമാണ് ഇന്നലത്തെ രാത്രികളിൽ ആ ദുരിതബാധിതർ സുഖസുന്ദരമായി സുരക്ഷിതമായി കിടന്നുറങ്ങിയത്. എന്തായാലും അവർക്കൊക്കെ പടച്ച റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.